ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ഒരു ക്രിമിനൽ, ഒരു കൊടും ക്രിമിനലാണ് ഇത്തരത്തിൽ ചാടിപ്പോയിരിക്കുന്നത്. സ്വാഭാവികമായും സുരക്ഷാ വീഴ്ചയും അതിനപ്പുറം ഈ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ സ്വാഭാവികമായും നമ്മൾ സംശയിച്ചാൽ തെറ്റാകില്ലല്ലോ MLA. ജയിൽ സുരക്ഷാ വീഴ്ചയെ കുറിച്ച് ഇതിനോടകം തന്നെ ഒത്തിരി ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജയിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് പോയത് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് വീഴ്ച വരുത്തിയ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കാതെ ഒരു സുരക്ഷിത ബോധം ജനങ്ങളിലുണ്ടാവില്ല. അത് തേച്ചുമാറ്റി കളയുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകരുത്. ഒന്ന്, ഗോവിന്ദച്ചാമിയെ അടിയന്തരമായി പിടിക്കുന്നതിന് വേണ്ടിയുള്ള അതിന്റെ നടപടികൾ ഉണ്ടാകണം. അതിനുള്ള സെർച്ച് നടത്തണം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് പറ്റില്ലെങ്കിൽ ജോയിന്റ് കോമ്പിംഗ് എങ്കിലും നടത്തി ഈ കൊടും ക്രിമിനലിനെ കസ്റ്റഡിയിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം. രണ്ടാമത്തെ പ്രശ്നം ഈ ജയിലിൽ നിന്ന് എങ്ങനെ ചാടി എന്നുള്ളതാണ്. അപ്പൊ ആ ജയിൽ വളരെ വളരെ നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി പണ്ട് അറിയപ്പെട്ടതാണ്. അതിനകത്തത് കുറെ മാറ്റം വന്നു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ആ ജയിലിന് പൊക്കക്കുറവാണ്, പുറത്തു നിന്നുള്ള ആളുകൾക്ക് അക്സസ് ഉണ്ട്. ഇതുപോലുള്ള പോരായ്മകൾ ജയിലിനെ കുറിച്ച് നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. അത് നികത്തുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കും എന്ന് പറഞ്ഞിട്ടും പക്ഷെ അതിന് ഫലമുണ്ടായിട്ടില്ല എന്നാണ് ഈ ജയിൽ ചാട്ടത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ജനങ്ങൾ സംഭീതരായിരിക്കുകയാണ്. കാരണം ഇത്രയൊരു കൊടും ക്രിമിനൽ ജയിൽ ചാടി നാട്ടിൽ സ്വതന്ത്രമായി പോകുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കി എന്നുള്ളതിൽ വളരെ 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 വിഷമത്തിലും പ്രയാസത്തിലും ആശങ്കയിലുമാണ്. അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അടിയന്തര നടപടി എടുക്കണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരായി ശക്തമായ ഡിപ്പാർട്ട്മെന്റൽ നടപടിയും ഉണ്ടാക്കണം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗോവിന്ദച്ചാമിയെ പോലെ അതീവ സുരക്ഷയിൽ പാർപ്പിച്ചിരുന്ന ഒരു കുറ്റവാളി, ഒരു കൊടും ക്രിമിനൽ തന്നെ ചാടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്തെ ജയിലുകളുടെ എല്ലാം ഒരു സുരക്ഷിതത്വത്തെക്കുറിച്ച് കൂടിയുള്ള വലിയ ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയല്ലേ? ആ ചോദ്യം ഉയർന്നു വരും. അതോടൊപ്പം തന്നെ ഈ കൊടും ക്രിമിനലിനെ എങ്ങനെ ഈ ജയിലിൽ പാർപ്പിക്കാൻ ഇടയായി എന്നുള്ളതിനെ കുറിച്ച് കൂടി നോക്കണം. കാരണം അതീവ സുരക്ഷിതത്വമുള്ള ഹൈടെക് ആയിട്ടുള്ള ജയിലുകൾ കേരളത്തിലുണ്ട്. ആ ജയിലിലേക്ക് പോകാതെ ഇയാളെ എന്തുകൊണ്ട് ഈ ജയിലിൽ പാർപ്പിക്കാൻ ഇടയായി എന്നതിനെ കുറിച്ച് കൂടി ആലോചിക്കണം. സ്വാഭാവികമായിട്ട് അവിടെ നിന്നാണ് ഈ വീഴ്ചയുടെ തുടക്കം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള കൊടും ക്രിമിനലുകൾക്കെതിരായിട്ടുള്ള നടപടിയിൽ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അവരുടെ സ്വതന്ത്രമായ ഈ നടത്തിയ യാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. തീർച്ചയായും. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. രഞ്ജിത്ത് രാമചന്ദ്രൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. രഞ്ജിത്ത, ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പലവിധ വിഷയങ്ങളുണ്ട്. അത് തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഗോവിന്ദച്ചാമിയെ പോലെ ഒരു കൊടും ക്രിമിനലിനെ ഈ ജയിലിൽ പാർപ്പിച്ചു എന്നത് മുതൽ തന്നെ അദ്ദേഹം വീഴ്ച ചൂണ്ടിക്കാട്ടുകയാണ്. തീർച്ചയായും 2011 ഫെബ്രുവരി 1 എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിന്റെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ച് സൗമ്യ ആക്രമിക്കപ്പെടുകയും മറ്റും ചെയ്തത്. തുടർന്ന് ഗോവിന്ദസ്വാമി സൗമ്യയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്കിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആര്യ. ഇപ്പോൾ ഗോവിന്ദസ്വാമിയുടെ രൂപം മറ്റൊന്നാണ്. അന്ന് 2011 രൂപം അത് ജയിലിലെ കുറനാളത്തെ വാസത്തിന് ശേഷം പിന്നീടൊക്കെ മാധ്യമങ്ങളെ ഇയാളെ കാണിച്ചപ്പോൾ തടിച്ചു കൊഴുത്ത ഒരു രൂപമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഒരു രൂപമാറ്റം വന്നിട്ടുണ്ട്. ആ ഫോട്ടോയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും പഴയ ഗോവിന്ദസ്വാമി അല്ല ഇപ്പോഴത്തെ ഗോവിന്ദസ്വാമിയുടെ ഈ ജയിൽവാസത്തിനിടയിലുള്ള രൂപം എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. അതായത് 2011 മുതൽ ഇയാൾ ജയിലിലാണ്. ഇന്നിപ്പോൾ 2025 നമുക്കറിയാം, 2026 നമുക്കറിയാം. 15 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇയാളെ പഴയ രൂപം വെച്ച് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പല സ്ഥലങ്ങളിലും ഒളിച്ചിരിക്കാനും മറ്റും ഇയാൾക്ക് സാധ്യമാകും. ഇതിന്റെ ഭാഗമായാണ് ഇയാളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട പുതിയ ഫോട്ടോ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റും മറ്റും കണ്ണൂർ ജയിലിന്റെ പരിസരത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ സംഘങ്ങളായി പോലീസ് ഇപ്പോൾ തിരിഞ്ഞുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഗോവിന്ദസ്വാമി
ജയിലിലില്ല എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അതീവ സുരക്ഷ ഈ ഗോവിന്ദചാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ജയിലിലെ ഭൗതിക സാഹചര്യങ്ങൾ ഒക്കെ വളരെ ഒരു ഇത്തരത്തിൽ സുരക്ഷിതത്വം നൽകേണ്ട ഒരു പ്രതിക്ക് അനുകൂലമായിരുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ അടക്കം സഹായം ഇയാൾക്ക് ചാടുന്നതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് അതാണ് രഞ്ജിത്ത് ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ പുലർച്ചെ 7 മണിയോട് കൂടിയാണ് ഗോവിന്ദചാമി സെല്ലിൽ ഇല്ല എന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കുന്നത് പോലീസ്.